ഇപ്പം നമ്മൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോസ്റ്റോറിക്കൻ ഫോറസ്റ്റിലൂടെ ടുവേർഡ്സ് ബോർഡർ ടിക്ക ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടെൻഷൻ ഉണ്ട്, കാരണം നിക്കരാഗ്വേൻ്റെ എമിഗ്രേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ എന്തായാലും പോയിട്ട് നോക്കാം. ആദ്യം കോസ്റ്റോറിക്ക എക്സിറ്റ് ഫോർമാലിറ്റീസിലേക്ക് പോവാണ്. പല ഫ്രോഡ്സ്റ്റേഴ്സും സ്കാമേഴ്സും ഫേക്ക് സ്റ്റോൾസ് ഒക്കെ ഉണ്ടാവും. സോ ബസ്സിന്റെ ഡ്രൈവറോട് ചോദിച്ചിട്ട് $8 എവിടെയാണ് എക്സിറ്റ് ഫോർമാലിറ്റീസിന് അടയ്ക്കാന്ന് ചോദിച്ച് മനസ്സിലാക്കണം. കോസ്റ്റോറിക്കൻ്റെ എക്സിറ്റ് എമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി നിക്കരാഗ്വേൻ്റെ എൻട്രൻസ് എമിഗ്രേഷനിലേക്ക് പോവാണ്. കോസ്റ്റോറിക്കയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് നിക്കരാഗ്വയിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ലാൻഡിനെ നോമാൻസ് ലാൻഡ് എന്നാണ് പറയുന്നത്. അതായത് കോസ്റ്റോറിക്കയ്ക്കും നിക്കരാഗ്വയ്ക്കും ഒരു ഫുള്ളി കൺട്രോൾ ഇല്ല, ഒരു ന്യൂട്രൽ ബഫർ സോൺ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബഫർ സോൺ എന്നൊക്കെ പറയാം. കംപ്ലീറ്റ് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഗ്രേ ഏരിയ ആണ്. ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട്. മൊബൈൽ സിഗ്നൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആവും. ഈ ബസ്സില്ലേ, ടിക്ക ബസ്, അത് അതർ സൈഡ് ഓഫ് ദി എമിഗ്രേഷനിൽ നിർത്തിയിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ ബാഗും ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ എമിഗ്രേഷൻ കൗണ്ടറിൽ പോകണം. ഇപ്പം നമ്മൾ ക്ലോസ്ഡ് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള നിക്കരാഗ്വേൻ്റെ എൻട്രി ഇമിഗ്രേഷന് വേണ്ടി പോവാണ്. ഫൂട്ടേജ് റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഇതുവരെയുള്ള എൻ്റെ ലൈഫിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എമിഗ്രേഷൻ പ്രോസസ്സായിരുന്നു ഇവിടെ നിക്കരാഗ്വയിൽ ഉണ്ടായിരുന്നത്. 90 ദിവസത്തെ നിക്കരാഗ്വ വിസയാണ് അടിച്ചു തന്നിരിക്കുന്നത്. തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ബസ്സുകാരൊക്കെ വെയിറ്റ് ചെയ്യാണ്, ഞങ്ങൾക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യും. എമിഗ്രേഷൻ നിക്കരാഗ്വ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ടിക്ക ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഒരുപാട് സമയമെടുത്തു, കാരണം ഇന്ത്യൻ പാസ്പോർട്ട്സിനെ മാത്രം മാറ്റി നിർത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസിന് ശേഷമാണ് നമ്മളെ ക്ലിയർ ചെയ്ത് വിട്ടത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ 2 GoPro ഉണ്ടായിരുന്നു, ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്യുമെന്നാണ് കരുതിയത്, പക്ഷെ അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി നിക്കരാഗ്വയിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു പുതിയ രാജ്യത്തേക്ക് കയറുമ്പോഴുള്ള ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും ഹാപ്പി ആയിരിക്കും. ഈ ബസ് കോസ്റ്റോറിക്കയിൽ നിന്നാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഇനി അങ്ങോട്ട് വൈഫൈ വർക്ക് ചെയ്യൂല. മാത്രമല്ല നിക്കരാഗ്വേൻ്റെ സിം എടുക്കാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിക്കരാഗ്വയിൽ എൻട്രി ഫീ ആയിട്ട് $13 കൊടുക്കണം. ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. കൃത്യമായിട്ടുള്ള ചേഞ്ച് $13 വേണം. പിന്നെ നിക്കരാഗ്വ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു രാജ്യമല്ല. ഹെവി സർവേലൻസ് ഓൺ ഫോറിനേഴ്സ് ആൻഡ് ജേർണലിസ്റ്റുകളാണ്. അതൊരു യുണീക്ക് ആയിട്ടുള്ള രാജ്യമാണ്. ഇതൊരു ഡോങ്കി റൂട്ട് ആയതുകൊണ്ട് ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ പുറമെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി പണ്ടെന്നോ ഒരു ജേർണലിസ്റ്റ് കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിയിട്ട് മാറ്റി നിർത്തിയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തു. ആ ലെവലിലാണ് എമിഗ്രേഷനിലെ ചോദ്യങ്ങൾ. നിക്കരാഗ്വയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിശേഷങ്ങൾ വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം.